അങ്ങനെ സച്ചി രേവതിയെ കൊണ്ട് വീട്ടിലാക്കുന്നുണ്ട് കേട്ടോ. ഒരു ദിവസം സച്ചി വരുമ്പോഴേക്കും രേവതി ബോധമില്ലാതെ കിടക്കായിരിക്കും. അത് ചന്ദ്ര ചെയ്ത ഒരു ക്രൂരതയുടെ ഫലമായിട്ടാണ് രേവതിക്ക് അങ്ങനെ സംഭവിക്കുന്നത്. അത് കണ്ട് സച്ചി ആപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. മാനസികമായി തന്നെ സച്ചിക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. തവന്റെ അമ്മ ഇത്രയധികം ക്രൂരത ചെയ്തത് ഓർത്തിട്ട് അവൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. അങ്ങനെയാണ് രേവതി സച്ചി കൊണ്ടേ അവളുടെ വീട്ടിലാക്കുന്നത്. ഈ ഒരു സ്റ്റോറി കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരെ ഒന്ന് കണ്ടു നോക്കണേ. അങ്ങനെ രേവതിയെ വീട്ടിലാക്കിക്കൊണ്ടതിന് ശേഷം സച്ചി നേരെ സ്റ്റാൻഡിലേക്ക് പോവാണ്. സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ്, എന്തു പറ്റി, എന്താ ഒരു വിഷമം പോലെ? രേവതിക്ക് തീരെ സുഖമില്ല. ആണോ? രാവിലെ കൂടി അവള് പോകൊണ്ട് പോകുന്നുണ്ടല്ലോ. അതേടാ, ഉച്ചയായപ്പോഴേക്കും സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. വീട്ടിലേക്ക് ചെന്നു. എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. അവളെ ഒരു സെക്കൻഡ് നേരം പോലും അവരവിടെ ഇരുത്തിയില്ല. പാവത്തിനായിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തി. അവള് ഒടുവില് തല കറങ്ങി ഞാൻ ചെന്നപ്പോഴേക്കും ടെറസിൽ ബോധമില്ല കിടക്കായിരുന്നു. ഈശ്വര, എന്നിട്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയില്ലേ? ഞാൻ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ കാണിച്ചതിന് ശേഷം നേരെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി. അതെന്തായാലും നന്നായി. ഇനി നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അവിടെ കിടത്തി ജോലിക്കാനാണോ നിന്റെ ഭാര്യയുള്ളത്? വേറെ രണ്ടുപേരോടുണ്ടല്ലോ. ഇത്രയും പേരുള്ള കുടുംബമല്ലേ, അപ്പൊ എന്തുമാത്രം ജോലി കാണും? എല്ലാം ആ പാവം അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റുമോ സച്ചി എന്ന് ചോദിക്കാണ്. ഞാൻ പലതവണ രേവതിയോട് പറഞ്ഞു മടുത്തു. അവിടെ വേറെ 2 മരുമക്കളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ ചെയ്യാലോ. എല്ലാരും കൂടി ഒരുമിച്ച് നോക്കിയാലല്ലേ ഒരു കുടുംബം മുന്നോട്ട് പോവുള്ളൂ. രേവതിയോട് പറഞ്ഞാല് അവളെ കേൾക്കില്ല. ബാക്കി 2 പേരും കാശിലെടുത്തായോണ്ട് എന്റെ അമ്മ അവരെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല. അച്ഛൻ പറഞ്ഞു മടുത്ത കേസാ. ഈ വയസ്സനാം കാലത്ത് അമ്മയെ എങ്ങനെ അടിക്കാൻ പറ്റുന്ന അച്ഛൻ ചോദിക്കുന്നേ. അത് ശരിയാ, മക്കള് ഇത്രയും വളർന്നില്ലേ, ഇനി അമ്മയെ തല്ലാൻ പറ്റുമോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി എന്ത് പറഞ്ഞുടാ? അവളെന്ത് പറയാനാ? സാറില്ല സച്ചിയേട്ടാ, ഞാൻ നിന്നോളാന്നാ അവള് പറയണത്. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? ഞാനും അവളും എവിടെ കിടക്കുന്ന നിനക്കറിയോ? അവള് ഹാളില് പാവരിച്ച് തറയിലും ഞാൻ ടെറസിലും. അയ്യോ അതെന്താടാ? അത് പിന്നെ ഞങ്ങളുടെ വീട്ടില് മുറി കുറവല്ലേ? അത്രയും വലിയ വീട്ടില് മുറി കുറവാണോ? അതെ, മുറി ബെഡ്റൂമായിട്ട് 3 ഉള്ളൂ. ആ 3 മുറി ഒന്നില് വർഷയും ഫാമിലിയും, ഒന്നില് ശ്രുതിയും പിന്നെ അച്ഛനും അമ്മയും കൊടുത്തേക്കാ. അപ്പൊ നിങ്ങൾക്കോ? ഞങ്ങൾക്ക് മുറിയൊന്നുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാൻ ടെറസിലും അവള് ഹാളുവാ. എന്നിട്ട് പോലും ഇന്നേ വരെ, ഈ നിമിഷം വരെ ഒരു പരാതിയും അവള് പറഞ്ഞിട്ടില്ല. അവക്ക് പനി കൂടിയുന്ന സമയത്ത് പോലും എന്റെ അമ്മ അവളെന്ന് കട്ടിലിൽ പോലും കിടക്കാൻ സമ്മതിച്ചില്ല. എന്തൊരമ്മയാണെന്നെ പറയുന്നുണ്ടെന്ന് ഓർക്കല്. ഇന്നത്തെ കാലത്തും ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടോ? വേറെ പെൺകുട്ടികളായിരുന്നെങ്കിലേ അവർക്ക് നേരെ ഗാർഹിക പീഡനത്തിന് കേസ് കൊടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോയേനെ. രേവതി അധ്വാനിച്ച് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കാശുമുണ്ട്. പിന്നെ എന്തിനാ അവളിങ്ങനെ കടിച്ചു തൂങ്ങി അവിടെ നാണം കെട്ട് കിടക്കുന്നതെന്ന് ചോദിക്കാണ്. സച്ചി പറയാണ്, എന്ത് ചെയ്യാനാടാ, എന്നെ ഓർത്തിട്ടാ ഞാൻ അവിടെ പറഞ്ഞതാ മാറി താമസിക്കാന്ന്. അതും രേവതി കേക്കില്ല. മാറി താമസിച്ച അച്ഛനത് വിഷമാവെന്നും പറഞ്ഞ അവളോട് നിൽക്കുന്നതിനും സച്ചി പറയുന്നുണ്ട്. അങ്ങനെ കൂട്ടുകാർ പറയാണ്, അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ അങ്ങനെ തിരിച്ചും ചെയ്യുന്നവരായിരിക്കണം. അല്ലാതെ എല്ലാ കാലത്തും ഇങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് അവളെ ഇതുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ഒരാളുടെ കൂടെ നിൽക്കുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ, ഞാൻ പറഞ്ഞു മടുത്തു. അങ്ങനെ രേവതി പറഞ്ഞിരിക്കുക മുകളിലായിട്ട് ഒരു മുറി പണിയണമെന്ന്. എത്രയും വേഗം അതിന്റെ പണി തുടങ്ങണം. അങ്ങനെ രേവതിനെ ഇനി ഞാൻ കരയെ കിടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഈ അടവുകളും സിസിയും കാര്യമൊക്കെ ഓർക്കുമ്പോഴാ ഒരു സമാധാനം ഇല്ലാത്തത്. ഇപ്പോഴാണെങ്കിൽ ഓട്ടം തീരെ കുറവല്ലേ. അവളുടെ സ്കൂട്ടിയുടെ സിസി അങ്ങനെ എല്ലാം കൊണ്ടും ആകെപ്പാടെ ബുദ്ധിമുട്ടില്ല. ഇതിനു കൂടെ ഞാൻ എങ്ങനെ മുകളിലൊരു മുറി പണിയും? അതിനു വേണ്ടിയിട്ടാ ഇതിന്റെ പരിശ്രമം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. കൂട്ടുകാര് പറയാണ്, എല്ലാം നടക്കൂടാ, നീ വിഷമിക്കാതെ. രേവതി പാവമാണെന്ന് എല്ലാവർക്കും അറിയാലോ എന്ന് പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഞാനെന്തായാലും അച്ഛമ്മേനെ വിളിക്കാൻ പോവാ. അല്ല എന്തിനാടാ അത്? അത് വേറൊന്നും അല്ല, എന്റെ ഭാര്യയെ വീട്ടിലേക്ക് പോയിരിക്കല്ലേ, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതിയെന്ന് നിർബന്ധം പറഞ്ഞ് വഴക്ക് പറഞ്ഞ ഞാൻ അവളെ അങ്ങോട്ടും കൊണ്ടാക്കിയത്. ആ സമയം കൊണ്ട് എന്റെ അമ്മേനെ ഒന്ന് ഇക്ഷ എണ്ണ വരപ്പിക്കണമെങ്കിലേ അമ്മയുടെ അമ്മയമ്മയെ കൊണ്ടേ പറ്റുള്ളൂ. അമ്മയ്ക്ക് ഈ ലോകത്ത് എന്തെങ്കിലും ഒരു പേടിയുണ്ടെങ്കിലേ അതെന്റെ അച്ഛമ്മേനെ മാത്രം. അതുകൊണ്ട് അച്ഛമ്മേനെ ഞാൻ ഇങ്ങോട്ട് ലാൻഡ് ചെയ്യിപ്പിക്കാൻ പോവാ. അത് നല്ല ഐഡിയ. അത് ഞാനും ഓർക്കുന്നുണ്ട്. നിന്റെ അമ്മയ്ക്ക് ആകപ്പാടെ പേടിയുള്ളത് അവരെയല്ലേ? അതേടാ, ആകപ്പാടെ പേടി എന്റെ അച്ഛമ്മേനെ മാത്ര. അച്ഛമ്മ വേണമെങ്കിലേ എന്റെ അമ്മേനെ പുറത്താക്കാനും മടിക്കില്ല. ആ ഒരു പേടി അമ്മയ്ക്കുണ്ട്. എന്തായാലും അമ്മയുടെ ബാക്കി 2 മരുമക്കളും ഒരു ജോലിയും ചെയ്യാൻ പോകുന്നില്ല. ഇത്രയും പേർക്ക് വെച്ചുണ്ടാക്കി ശരിക്കും അമ്മ മടുക്കും. അത് അച്ഛമ്മയുണ്ടെങ്കിലേ ഒന്നുകൂടി ഈസി ആകും. അത് മാത്രല്ല,
രേവതിയെ കൊണ്ട് എന്തൊക്കെ ജോലി ചെയ്യിപ്പിച്ചോ അതെല്ലാം ഞാൻ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കും. അവൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്ന് അമ്മയെന്ന് മനസ്സിലാക്കട്ടെ. പണ്ട് ഞങ്ങൾ 3 മക്കളും ഞാനിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ബാക്കി 2 മക്കളെയും അച്ഛനെ മാത്രമേ അമ്മ നോക്കിയിട്ടുള്ളൂ. വലിയ ജോലിയൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ എന്തായാലും 3 മക്കള്, അവരുടെ 3 ഭാര്യമാര്, പിന്നെ രേവതി ഒഴിവാക്കിയ ഞങ്ങൾ 5 പേരുണ്ട്. അച്ഛനെയും കൂട്ടി 6, അമ്മയും കൂട്ടി 7, അച്ഛമ്മവരാണെങ്കിൽ 8 പേര്. ഈ 8 പേർക്കുള്ള ഭക്ഷണം, ആ വീട് ക്ലീനിങ്, മുറ്റം ക്ലീനിങ്, 3 നേരത്തെ ഫുഡ്, അവരുടെ തുണി വാഷ് ചെയ്യുന്നത്, മടക്കുന്നത്, ക്ലീനിങ്, എല്ലാം കൊണ്ടും അമ്മ ഇക്ഷ എണ്ണ വരക്കണം. അതെനിക്ക് കാണണം. എന്റെ രേവതി എന്തുമാത്രം കഷ്ടപ്പെടുന്നുള്ളത് അമ്മ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാന് അവരുടെ മകനായി പോയില്ലേ, എനിക്ക് എങ്ങനെയൊക്കെ പറയാൻ സാധിക്കും? എന്തുമാത്രം ഒരു പരിധിയിൽ എനിക്ക് പറയുന്നതിലും പറഞ്ഞ് ഞാൻ മടുത്തു. എല്ലാ കേസിനും ഞാൻ രേവതിക്ക് സപ്പോർട്ട് ചെയ്ത് വഴക്കുണ്ടാക്കൊണ്ട് ചെല്ലാറുണ്ട്. എവിടേക്കാനാ? അവരെന്നെ പ്രസവിച്ചതല്ലേ, അതുകൊണ്ട് അതിനുവേണ്ടി മാത്രമുള്ള പേടി റെസ്പെക്റ്റ് ഒന്നും അവർക്ക് എന്നോട് ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പിന്നെ അമ്മയായതുകൊണ്ട് ഞാനൊന്നും പറയാതിരിക്കാം. അതിനനുസരിച്ച് അവർ തലേ കയറുന്ന ഇറങ്ങുക. പാവം രേവതിനിട്ട് കൊല്ലാക്കൊല ചെയ്യിപ്പിക്കുക. ഇനി എന്തായാലും ഞാനത് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിക്കാൻ പോവാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ അച്ഛമ്മേനെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. രേവതിനെ ഇതുപോലിട്ട് ശിക്ഷിക്കുകയാണെന്നും രേവതിക്ക് തീരെ വൈകുന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സച്ചി പറയാണ്. അച്ഛമ്മ പറയുന്നുണ്ട്, മോനെ വർഷയെ വിളിച്ച് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും രേവതി അവിടുന്ന് പോയല്ലോ, ഞാൻ വരുന്നുണ്ട്. ഞാൻ വന്ന് രേവതിയെ വീട്ടിൽ നിർത്തി നോക്കാറുന്നല്ലോ. ആ സാറില്ല അച്ഛമ്മേ, എന്തായാലും ഞാൻ അവളെ വീട്ടിലേക്ക് ഉണ്ടാക്കി. അച്ഛമ്മയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. വേണ്ട, അവള് കുറച്ച് മനസ്സമാധാനത്തിൽ പോയി അവിടെ കിടക്കട്ടെ. ഞാൻ വന്ന് പറഞ്ഞാലും നിന്റെ അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. അവളിട്ട് കുത്തിക്കൊണ്ടിരിക്കും. ഞാനൊന്ന് മാറിയാൽ തന്നെ കുത്തുവാക്കും കൊണ്ട് അവളുടെ കീഴിൽ ചെല്ലും. അവളുടെ മനസ്സിന് ഒരു സമാധാനം കൊടുക്കില്ല. അവിടെ ആകുമ്പം അവളുടെ അമ്മയും സഹോദരങ്ങളും അവളെ പൊന്നുപോലെ നോയിക്കൊള്ളുമല്ലോ എന്ന് പറയുന്നുണ്ട്. അടുത്ത വണ്ടിക്ക് തന്നെ ഞാൻ വരുവാണെന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛമ്മ വരുന്നുണ്ട്. അച്ഛമ്മ വന്ന് ഡോറ് തുറക്കുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താമേ ഇങ്ങോട്ടൊന്ന് ചോദിക്കുമ്പം എന്താടി ഇങ്ങോട്ടേക്ക് വരാൻ നിന്റെ അനുവാദം വേണമെന്ന് ചോദിക്കാണ്. അല്ല, രേവതിയുടെ ഇല്ല. ഞാൻ രേവതിയെ കാണാൻ മാത്രമല്ല എല്ലാവരെയും കാണാനായിട്ട് വന്നേക്കുന്നത്. രേവതിയുടെ ഇല്ലാത്ത കാര്യം എന്തൊക്കെയാന്നേ ഞാൻ അറിഞ്ഞു. അയ്യോ അമ്മേ, അല്ല അന്ന് അവക്ക് പനിയാണെന്ന് പറഞ്ഞിട്ടും ഞാനിവിടെ 3 ദിവസം വന്ന് നിന്നിട്ടാണല്ലോ പോയത്. വീണ്ടും നിനക്ക് അഹങ്കാരം തുടങ്ങിയല്ലേ? അയ്യോ അല്ലമ്മേ, അവക്ക് പനിയൊക്കെ മാറി. അത് കഴിഞ്ഞിട്ടിപ്പം എത്ര ദിവസമായി, എത്ര നാളായി അതൊക്കെ കഴിഞ്ഞിട്ട്. ഇപ്പൊ പിന്നെ അങ്ങനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അവക്ക് ഒരു അസുഖം ഇല്ലായിരുന്നു. അസുഖം ഉണ്ടായിരുന്നില്ലെന്നൊക്കെ എന്നെ സച്ചി വിളിച്ച് അറിയിച്ചിരുന്നു. മനസ്സില് ചന്ദ്ര പറയുന്നുണ്ട്. ഓഹോ, അപ്പം അവനാ വിളിച്ച് അറിയിച്ചതല്ലേ? നീ മനസ്സിലോർക്കുന്ന എന്താണെന്നൊക്കെ എനിക്കറിയാം. നീ എന്താ കരുതിയത്? ആരും നിന്നെ നിയന്ത്രിക്കാനില്ലെന്നോ? ഞാനുണ്ട്. ഞാൻ മരിച്ച് മുകളിലേക്ക് പോകുന്നവരെ വരെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര ആകപ്പാടെ പെട്ടു നിൽക്കായിരിക്കും. അച്ഛമ്മ പറയുന്നുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ആ പാവത്തിന്റെ അവസ്ഥ കണ്ടിട്ട് നിന്നെ ഞാൻ കുറെ വാൺ ചെയ്താ. നിന്നെ കൊണ്ട് ഞാൻ നന്നായി പണിയിപ്പിച്ച് ആ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയതുമാണ്. എന്നിട്ടും നിനക്കൊരു മാറ്റം ഇല്ലല്ലേ? അയ്യോ അമ്മേ, അങ്ങനൊന്നും ഇല്ല. ഞാൻ അവളെ ഇപ്പം അങ്ങനൊന്നും കാണാറ് പോലും ഇല്ല. അതൊക്കെ എന്താണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. ഞാനിത്ര പൊട്ടിയൊന്നും അല്ല. ആ എന്താ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ? അത് പിന്നെ അവളോട് ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചുമ്മാ ചോറും വെച്ച് ഒരു ചമ്മന്തി അരച്ചു. അത് പോരാ, ഇത് ഞാൻ വന്ന ദിവസമല്ലേ, നല്ലൊരു സദ്യ ഉണ്ടാക്കണം. എനിക്ക് അവിയൽ വേണം, മോരും കാച്ചണം, പപ്പടം വേണം, 2 കൂട്ടം തോരനും മെഴുക്കുവരട്ടിയും എല്ലാം വേണമെന്ന് പറയാണ്. അയ്യോ, ഞാൻ എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാനാ? അതെല്ലാം ഉണ്ടാക്കണം. സമയത്രയെന്ന് കണ്ടല്ലോ, 2 മണിക്ക് മുമ്പേ ഇതെല്ലാം ഇവിടെ ടേബിളിൽ റെഡി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ ആകെപ്പാടെ വിറച്ചു നിൽക്കായിരിക്കും. അച്ഛമ്മ പറയുന്നുണ്ട്, അത് മാത്രമല്ല എല്ലാ ബാത്റൂമും ഒക്കെ ഭയങ്കര ഡേർട്ടിയായിട്ട് കിടക്കല്ലേ, എല്ലാ ബാത്റൂമും ഒന്ന് ക്ലീൻ ചെയ്യണം. അയ്യോ ഞാനോ? പിന്നെ വേറെ വേലക്കാരിൽ വെക്കാൻ പറ്റുമോ? ഇത്രയും കാലം രേവതിയെ കൊണ്ട് നീ അതെല്ലാം ചെയ്യിപ്പിച്ചില്ലേ? അപ്പൊ ചന്ദ്രൻ മനസ്സിലോർക്കാണ്, ഓഹോ ഞാൻ ചെയ്യിപ്പിച്ച കാര്യമല്ല അവൻ വിളിച്ച് അറിയിച്ചല്ലേ? അതേടി, അവൻ വിളിച്ച് എല്ലാം എന്നെ അറിയിച്ചു. അതുകൊണ്ട് ആദ്യം സദ്യ റെഡിയാവട്ടെ, എന്നിട്ട് ബാക്കി പണി മൊത്തം ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. ചന്ദ്ര മനസ്സിലോർക്കാണ്, ഈശ്വര പണി പാളിയല്ലോ, എല്ലാം അറിഞ്ഞിട്ടാ തള്ള വന്നിരിക്കുന്നത്, ഇനി എന്റെ ശ്വാസം എടുക്കും എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അകത്തേക്ക് പോവാണ്. എപ്പോഴും മേസിലിരുന്നുകൊണ്ട് അടുക്കളയില് പണി ചെയ്യുന്ന രേവതിനെ ഇട്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ അച്ഛമ്മ നല്ല മുട്ടാൻ പണി കൊടുത്തിരിക്കുകയാണ്. സദ്യ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പായസം കൂടി വേണമെന്നാണ് അച്ഛമ്മ പറഞ്ഞത്. അങ്ങനെ ചന്ദ്ര ഓടി നടന്ന് പണി മൊത്തം ചെയ്തു തീർക്കാണ്. 2 മണിയാകുമ്പോഴേക്കും അച്ഛമ്മയ്ക്ക് സദ്യ ആവണമല്ലോ, അതുകൊണ്ട് തന്നെ അങ്ങനെ സദ്യ എല്ലാം റെഡിയാവുന്നുണ്ട്.
വന്ന് അച്ചമ്മയ്ക്ക് വിളമ്പി കൊടുക്കാണ്. രവിയും വന്നിരിക്കുന്നുണ്ട്. ആഹാ, ഇന്നിവിടെ സദ്യ ആണോ? രാവിലെ പിന്നെ ഒരു ചോറ് വെച്ച് ചമ്മന്തി അരച്ചുള്ളായിരുന്നല്ലോ. അപ്പോഴേക്കും അച്ചമ്മ പറയാണ്, അവളുടെ അമ്മായിമ്മ വന്ന ദിവസമല്ലേടാ, സദ്യ ഒരുക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ ചന്ദ്രേ എന്ന് ചോദിക്കാണ്. ചിരിച്ചുകൊണ്ട് രവി ആ ആഹാരം കഴിക്കുന്നുണ്ട്. അല്ല, സച്ചിയെ കണ്ടില്ലല്ലോ, അവൻ വരാറായല്ലോ എന്ന് പറയുന്നുണ്ട്. അച്ചമ്മ പറയാണ്, അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരൂന്നാ പറഞ്ഞേ. ചന്ദ്രേ, അവനോട് ഇലയിട്ട് വിളമ്പിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിളമ്പിയോടെ വെച്ചിരിക്കുകയാണ്. സച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആഹാ, ഇന്ന് കുറെ ഐറ്റംസ് കറിയൊക്കെ ഉണ്ടല്ലോ, സദ്യയാണോ ഉണ്ടാക്കിയെന്ന് ചോദിക്കാണ്. അതേ മോനെ, ഇന്നിവിടെ സദ്യയാണ്. ഇനി അങ്ങോട്ടേക്ക് രേവതി വരുന്നവരെ സദ്യ ആയിരിക്കുമെന്ന് പറയാണ്. ചന്ദ്ര മനസ്സിലോർക്കാണ്, അവളൊന്ന് പെട്ടെന്ന് വന്നാ മതിയായിരുന്നു, അല്ലെങ്കിൽ ഈ തള്ളേന്റെ ജീവൻ എടുക്കും എന്ന് ഓർക്കുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് സച്ചിയും രവിയെല്ലാം ആഹാരം കഴിക്കാണ്. അടിപൊളിയായിട്ടുണ്ട് അമ്മേ, എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ കൈപ്പുണ്യം ആഭാരം തന്നെ. രേവതിയൊന്നും ഇതിന്റെ 7 അയലൊക്കത്ത് വരില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയെ പറഞ്ഞ് സുഖിപ്പിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. ശേഷം രേവതി നമ്മുടെ രവീന്ദ്രൻ റൂമിലേക്ക് കിടക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്ര പിന്നാലെ പോവാണ്. അല്ല ചന്ദ്ര, എങ്ങോട്ടാ? അമ്മേ, എന്റെ നടു ഒടിഞ്ഞു, എന്തുമാത്രം പണിയായിരുന്നു, എനിക്ക് തീരെ വയ്യ, ഞാൻ കിടക്കാൻ പോവാ. കിടക്കാനോ? പറഞ്ഞത് മറന്നുപോയോ? എത്രയും പെട്ടെന്ന് ഇവിടെയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി തുടയ്ക്കാൻ നോക്ക്. അയ്യോ, ഇന്നലെ കൂടി രേവതി തുടച്ചതേ ഉള്ളൂ. അത് സാരമില്ല, അത് ഇന്നലെയല്ലേ? ഇന്നലെയല്ലോ, ഇന്നിവിടെ മുഴുവനും ക്ലീൻ ചെയ്തിരിക്കണം, ഒരു പൊടി പോലും കാണാൻ പാടില്ല എന്ന് പറയാണ്. സച്ചിൻ രവീന്ദ്രനും മുഖത്തോടെ മുഖം നോക്കുന്നുണ്ട്. നല്ലെണ്ണം കിട്ടട്ടെ എന്ന് ഓർത്തിട്ട് രവി മിണ്ടാതെ മുറിയിലേക്ക് പോവാണ്. അങ്ങനെ ചന്ദ്ര സുഖമില്ലാതെ കിടന്ന് അവിടെ എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കായിരിക്കും. അങ്ങനെ അതും കഴിഞ്ഞ് പോകാനായിട്ട് ഇങ്ങനെ പമ്മി മുറിയിലേക്ക് പോകാൻ നേരം അച്ഛൻ പറയാണ്, ഞാനിവിടെ തന്നെ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ടേ എല്ലാവരും ബാത്റൂം പോയി ക്ലീൻ ചെയ്യുക. പിന്നെ നിന്റെ മരുമക്കളൊക്കെ മാറിട്ട് പോയി തുണി കിടപ്പില്ലേ, അതെല്ലാം പോയി വാഷ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അയ്യോ അച്ഛമ്മേ, ഞാനോ? നീ തന്നെ എന്നുമേ ഈ ജോലിയെല്ലാം ചെയ്യിപ്പിക്കുന്നത് രേവതിയെ കൊണ്ടല്ലേ? അപ്പൊ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. ആ അവസ്ഥ എന്താണെന്ന് നീ കൂടി മനസ്സിലാക്കണം. ആ പെട്ടെന്നാട്ടെ, ബാത്റൂമും കഴുകി തുണി അലക്ക്, ശേഷം അടുത്ത പണി ഞാൻ പറയാം എന്നും പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞു വിടുന്നുണ്ട്. അവള് പോയിട്ട് മുറിയിൽ പോയിട്ട് എല്ലാവരും തുണിയൊക്കെ എടുത്തു വാഷിംഗ് മെഷീനിൽ ഇടുന്നുണ്ട്. ശേഷം പോയിട്ട് എല്ലായിടവും തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അമ്മേ, ഇനിയെങ്കിലും ഞാൻ കിടന്നട്ടെ, എനിക്ക് തീരെ വയ്യ. അച്ഛമ്മ പറയാണ്, ആ പാവം പൂവിക്കാനായിട്ട് നട്ടുച്ച വെയിലത്ത് പോയി തല ഇറങ്ങി തിരിച്ചെന്നപ്പോഴാ നീ ഈ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചത്. ഇപ്പൊ മനസ്സിലായോ അതിനെന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്ന്? അമ്മേ, എനിക്ക് മനസ്സിലായി, ഞാൻ ഇനി ചെയ്യില്ല, ഞാൻ ഇച്ചിരി നേരം കിടന്നോട്ടെ. വേണ്ട വേണ്ട, മല്ലി മുളകൊക്കെ ഇരിപ്പില്ലേ, അതെല്ലാം കഴുകി ഉണക്കാൻ വെക്ക്. അയ്യോ അമ്മേ, ഇന്നലെ രേവതി അതെല്ലാം കഴുകി ഉണക്കി വെച്ചു. ആണോ? അതിലെ പൊടി ഒന്നും പോയിട്ടില്ല, ഒന്നുകൂടി കൊണ്ടുപോയി അതെല്ലാം കഴുകി ഉണക്കി വെക്ക്. മുറ്റത്തൊക്കെ കിടന്ന് കോലം കണ്ടില്ലേ, എന്തുമാത്രം ചപ്പ, എന്തോരം പുല്ല, ആ പുല്ലെല്ലാം ചെത്തിപ്പറക്കി വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഈശ്വര, ഈ തള്ളേനെ കൊന്നേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ജോലികളും കൂടി ചന്ദ്ര ചെയ്യുന്നുണ്ട്. സമയം 5:30-6 മണിയായിട്ടോ. അമ്മേ, ഇനി എനിക്കൊരു ശകലം പോലും നിൽക്കാൻ പോലും വയ്യ. നിൽക്കാൻ വയ്യെന്നോ? അങ്ങനെ പറഞ്ഞ എങ്ങനാ? ബിസിനസ്മാനായ നിന്റെ മോഹനും ബ്യൂട്ടി പാർലറുകാരിയായ നിന്റെ മരുമകളും അതുപോലെ തന്നെ ബാക്കി 2 പേരും കൂടി വരുന്നതല്ലേ, അവർക്ക് ചായ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കണ്ടേ? രേവതി എല്ലാ ദിവസവും അതൊക്കെ കൊടുക്കുന്നതല്ലേ എന്ന് ചോദിക്കാണ്. അങ്ങനെ കളിയാക്കിക്കൊണ്ട് തന്നെ അച്ഛമ്മ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുകയാണ്. കിടക്കാൻ പോയ ചന്ദ്രയെ കൊണ്ടുപോയി ചായ വെപ്പിച്ച് സ്നാക്സ് ഉണ്ടാക്കിക്കുന്നുണ്ട്. എല്ലാരും വരുമ്പോഴേക്കും എല്ലാവർക്കും സെർവ് ചെയ്യാണ്. കുടിച്ച ഗ്ലാസ് അതേപടി വെച്ചിട്ട് എല്ലാരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇത് കാണുമ്പം ചന്ദ്രയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അച്ഛമ്മ പറയാണ്, ദേഷ്യപ്പെടാനും നിൽക്കണ്ട, എല്ലാ ദിവസവും ഇവരിങ്ങനെ തന്നെയല്ലേ, അത് ചെയ്യാൻ ഒരു പാവട ഉണ്ടായിരുന്നു, ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കാണ്. ചന്ദ്ര അതും കൊണ്ട് വെച്ചിട്ട്, അമ്മേ, ഇനി എനിക്ക് തീരെ വയ്യ, ഞാൻ ഒന്ന് കുളിച്ചോട്ടെ, വേർത്ത് ആകപ്പാടെ മുഷിഞ്ഞു. ശരി ശരി, കുളിച്ചിട്ട് വാ എന്ന് പറയാണ്. അങ്ങനെ കുളിച്ചിട്ടൊക്കെ ചന്ദ്ര കയറി വരുന്നുണ്ട്. സന്ധ്യ സമയമായി, വിളക്ക് കത്തിക്കുന്നില്ലേന്ന് ചോദിക്കാണ്. അങ്ങനെ വിളക്കും കത്തിക്കാണ് ചന്ദ്ര. അമ്മേ, ഇനി ഞാൻ പോയി കിടന്നോട്ടെ. കിടക്കാനോ? ത്രിസന്ധ്യ നേരത്ത് ആരെങ്കിലും കിടക്കോ? അല്ല, അത്താഴത്തിന് എന്താ കറിയൊക്കെ? അത് ഉണ്ടാക്കിയതെല്ലാം ഇരിപ്പുണ്ടമ്മേ, എല്ലാം ഞാൻ പോയി നോക്കിയിരുന്നു, കുറച്ചേ ഉള്ളൂ, ഇത്രയും പേര് കൂടി അത് തികയില്ല. അല്ല, നിന്റെ ആ ശ്രുതി മരുമോക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഭയങ്കര ഇഷ്ടമാണല്ലോ, മിക്കവാറും ദിവസം രാത്രിയില് രേവതിയെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്ക് ഒന്ന് രാത്രിയിലെ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതുണ്ടാക്കുന്ന പറയാണ്. അമ്മേ, ഇനി ഇപ്പോഴോ? പിന്നല്ലാതെ എപ്പോഴാ? 6:30 8 ആകുമ്പോഴേക്കും നമുക്ക് അത്താഴം കഴിക്കണം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റെഡിയാക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോയിട്ട് ശ്രുതിയോടൊന്ന് ഹെൽപ്പ് ചെയ്യിക്കുമ്പോഴേക്കും, അമ്മേ, ഞാനിന്ന് ബ്യൂട്ടി പാർലറിൽ ആകെപ്പാടെ മടുത്തു എന്ന് പറയാണ്. വർഷ പിന്നെ പറയണ്ടല്ലോ, അവള് ചെയ്യത്തുകൂടിയില്ല.
അങ്ങനെ ചന്ദ്ര വന്ന് മുറിയിൽ അടുക്കളയിൽ കയറിയിട്ട് തന്നെ താനെ കഷ്ടപ്പെട്ട് എല്ലാം ഉണ്ടാക്കി വെക്കാണ്. എല്ലാം ഉണ്ടാക്കി ടേബിളിലാക്കുമ്പോഴേക്കും ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും സച്ചിയും എല്ലാവരും വന്നിരിക്കാണ്. അങ്ങനെ എല്ലാവരും കഴിച്ചതിന് ശേഷം പ്ലേറ്റുകളൊക്കെ അതേപടി തന്നെ എച്ചിൽ സാഹചര്യത്തിട്ട് എല്ലാവരും എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആപ്പാടെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. അച്ഛമ്മ ചോദിക്കാണ്, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ഇതെല്ലാം പറക്കിക്കൊണ്ട് അടുക്കള വെച്ചിട്ടേ പ്ലേറ്റ്സ് ഒക്കെ കഴുകിട്ട് കിടന്നാൽ മതി. അയ്യോ അമ്മേ, രാവിലെ കഴിയാ പോരെ, എനിക്കിനി കഴുകാൻ വയ്യ. അത് പറ്റില്ല, രാത്രി പ്ലേറ്റ് കൂടി കിടക്കുന്നതേ ഐശ്വര്യക്കേടാ, വീട്ടിൽ ദാരിദ്ര്യം വരും. അതുകൊണ്ട് ഇതെല്ലാം പറക്കിക്കൊണ്ട് പോയി കഴുകി വെച്ചിട്ട് ടേബിളും ക്ലീൻ ചെയ്തിട്ട് എന്ന് പറയുന്നുണ്ട്. അച്ഛമ്മ പറഞ്ഞ പോലെ തന്നെ ചന്ദ്ര എല്ലാം മനസ്സിരിക്കുന്നുണ്ട്. അല്ല, ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ചോദിക്കുമ്പം അത് നാളെയല്ലേ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കോളാം എന്ന് പറയുന്നുണ്ട്. ആ എന്നാ ശരി, സമയം ഇപ്പം 10 മണിയായി, ഇനി പോയി കിടന്നോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര പോയി കിടക്കാണ്. കട്ടിലിട്ട് പോയി നീണ്ടുവന്ന് കിടക്കുമ്പോഴേക്കും അവളുടെ നടുവിന് നല്ല വേദനയുണ്ട്. അപ്പോഴേക്കും അച്ഛൻ വന്നിട്ട് പറയുന്നുണ്ട്, രവി ഇനി നീ ആ സെറ്റിലോട്ട് കിടന്നാ മതി. ചന്ദ്രേ, നീ ഇവിടെ തറയെ പാവരിച്ച് കിടക്കുന്ന പറയുന്നുണ്ട്. അയ്യോ അമ്മേ, ഇത്രയും നേരം ഞാൻ എന്തുമാത്രം പണി ചെയ്തതാ, എനിക്ക് കട്ടിലേ കിടക്കണം, എന്റെ നടുവിന് വേദനയാ. കട്ടിലേ കിടക്കാനോ? അമ്മായിമ്മ കട്ടിലേലും മരുമകൾ തറയിൽ കിടക്കണ്ടേ? ഇവിടെ അങ്ങനെയാണല്ലോ രീതികളൊക്കെ. ആ ഫോട്ടോയൊക്കെ ഞാൻ കണ്ടിരുന്നു. പാവം തണുത്തു വിറച്ച് രേവതി തറയെ കിടക്കുന്നതും നീ നിന്റെ മരുമകളും കൂടി സുഖമായി കട്ടിലേ കിടന്നൊക്കെ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ടേ ഞാൻ പറഞ്ഞങ്ങോട്ടേക്ക് അനുസരിച്ചാ മതി. രവി, നീ ഹാളിലേക്ക് പോ എന്ന് പറഞ്ഞ് രവിയെ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനെ പാവരിച്ച് തറയിൽ കിടത്താണ്. ഇത്രയും ജോലിയൊക്കെ ചെയ്തിട്ട് തറയിൽ കിടന്ന് നമ്മുടെ ചന്ദ്രയുടെ നടുവും പുറമെല്ലാം ഒടിഞ്ഞു പോവാണ് കേട്ടോ. നമ്മുടെ രേവതിയോട് ചെയ്തതിന് നല്ല ഒന്നാന്തരം പണിയാണ് ചന്ദ്രയ്ക്ക് അച്ഛമ്മ കൊടുത്തിരിക്കുന്നത്. ചന്ദ്രയാണെങ്കിലും ആകെപ്പാടെ വിഷമിച്ച് ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞും കിടക്കുന്നുണ്ട്. അച്ഛൻ മനസ്സിലോർക്കാണ്, അനുഭവിക്കട്ടെ, പാവം എന്റെ മോളായിട്ട് ഇവൾ എന്തുമാത്രം കഷ്ടപ്പെടുത്തി, നല്ലവണ്ണം അനുഭവിക്കട്ടെ എന്ന് ഓർക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ആകെപ്പാടെ അസ്വസ്ഥയായിട്ട് ഒരു വിധത്തിൽ അവിടെ കിടന്ന് ഉറങ്ങാം കേട്ടോ ചന്ദ്ര. അങ്ങനെ നമ്മുടെ അച്ഛമ്മ എന്തായാലും 3-4 ദിവസം അവിടെ ഉണ്ട്. ഈ റുട്ടീൻ തന്നെ തുടങ്ങി പോവാണെങ്കിലേ ചന്ദ്ര ശരിക്കും ഇക്ഷ എണ്ണ തന്നെ വരയ്ക്കും. നമ്മുടെ രേവതിയോടുള്ള ആ ഒരു ചാട്ടവും കുറച്ചൊക്കെ കുറഞ്ഞിട്ടായിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് അടുത്ത സ്റ്റോറിയിൽ അതൊക്കെ കാണാം കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.